ഗുഡ് ഈവനിങ് +1 സ്റ്റുഡൻസ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ടോപ്പിക്കായ ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന APJ അബ്ദുൽ കലാം സാറിന്റെ ഒരു പ്രസംഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫറൻസിന്റെ ട്രയൽ ക്ലാസ്സിൽ അതിന്റെ ഒരു പാരഗ്രാഫ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു, ഡിസ്കസ് ചെയ്തു അല്ലെ. അതിന് മുന്നോടിയായിട്ടുള്ള യൂട്യൂബിൽ നമ്മുടെ ഡിസൈനിന്റെ ചാനലിൽ ഇട്ട വീഡിയോയിൽ നിങ്ങൾ എന്ത് ചെയ്തു, അതിന്റെ ഓവറോൾ ക്ലാസ് നിങ്ങൾ കണ്ടതാണ്. അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കടന്നു വരേണ്ട സമയമാണ്. ഓക്കെ, അപ്പോ കോൺഫറൻസ് ക്ലാസ് ഒക്കെ എഫക്റ്റീവ് ആയിട്ട് എല്ലാവരും ഉപയോഗിച്ചു എന്നാണ് അറിഞ്ഞത്. എനിവേ, അപ്പൊ ട്രയല് എഫക്റ്റീവായിട്ട് ആ പരീക്ഷണം വിജയിച്ച സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെയുള്ള കോൺഫറൻസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ കോപ്പറേറ്റ് ചെയ്യുക അല്ലെ. കൃത്യമായിട്ട് ഒരു ദിവസം പഠിപ്പിക്കുന്ന അന്ന് എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. ഓക്കെ, അപ്പൊ അടി കൊണ്ടു കഴിഞ്ഞാല് പഠിക്കൂ എന്നൊന്നുമില്ല കേട്ടോ. അപ്പൊ പഠിക്കണമെന്നുള്ളവർക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ചേട്ടന്മാരല്ലെങ്കിൽ ചേച്ചിമാരടുത്തൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. +1 ഇപ്പൊ കഴിഞ്ഞ വർഷത്തേക്ക് റിസൾട്ട് ഒക്കെ അവർക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പഠിച്ചവരും പഠിക്കാതിരുന്നവർക്കും എന്താണ് അവസ്ഥ, എന്താണ് അവർക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും കേട്ടോ. എനിവേ, അപ്പോൾ നമുക്ക് നമ്മുടെ പോർഷനിലേക്ക് കടന്നു വരാം. അപ്പൊ ആൾറെഡി ഒരു ചാപ്റ്റർ, ഒരു അനക്ഡോട്ട് നമ്മൾ ഫിനിഷ് ചെയ്തു. ആദ്യത്തെ യൂണിറ്റ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന മഹാന്മാരെ കുറിച്ച് പഠിക്കുന്ന, അവരെ നമ്മൾ ഉദാഹരണങ്ങൾ ആക്കേണ്ട അല്ലെ സാഹചര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറയുന്ന യൂണിറ്റ്. അതില് ആദ്യം നമ്മള് എബ്രഹാം ലിങ്കൺ, സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച പിന്നീട് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആയിട്ട് മാറിയ എബ്രഹാം ലിങ്കന്റെ അദ്ദേഹം ഒരു പൊതുവേദിയിൽ നടത്തിയ ആദ്യത്തെ പ്രസംഗമാണ് നമ്മൾ എയ്ഡ്സ് ഫസ്റ്റ് സ്പീച്ച് എന്ന് പറയുന്ന അനക്ഡോട്ടിലൂടെ നമ്മൾ പഠിച്ചത് അല്ലെ. അതിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, വസ്ത്രധാരമോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലോ ഒന്നും അല്ല കാര്യം. പിന്നെ എന്താണ്, പേഴ്സണാലിറ്റി ഒന്നും ഒരു മാനദണ്ഡമേ അല്ല. പിന്നെ എന്തിലാണ് കാര്യം, കഴിവുണ്ടോ എന്തിലാണ് പ്രാധാന്യം അല്ലെ. അപ്പോ നമുക്ക് നമ്മുടെ ഇനേറ്റ് അല്ലെങ്കിൽ ജന്മസിദ്ധമായ അല്ലെങ്കിൽ നമ്മൾ ആർജിച്ച കഴിവുകൾ നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ, അതുപോലെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, ആത്മവിശ്വാസമുണ്ട്, നമ്മൾ വിജയിക്കുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാ പറയുന്നത്. ഒന്നും തന്നെ അസംഭവ്യമല്ല. എല്ലാത്തിനെയും നമുക്ക് പോസിബിൾ ആക്കി എന്ത് ചെയ്യാൻ സാധിക്കും, കാണിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ അതുപോലെ എബ്രഹാം ലിങ്കന് സമാനമായിട്ടുള്ള ഇന്ത്യയിലെ വരുവാണെങ്കിൽ നമുക്ക് എബ്രഹാം ലിങ്കൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് APJ അബ്ദുൽ കലാം സാർ അല്ലെ. ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആണ് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. വളരെ സാധാരണക്കാരനായി അല്ലെ, തമിഴ്നാട് രാമേശ്വരത്തിൽ ജനിച്ച പിന്നീട് ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ആനയിക്കപ്പെട്ട വ്യക്തിയായിരുന്നു APJ സാർ അല്ലെ. ശാസ്ത്രകാരൻ, സയന്റിസ്റ്റായി ആ കാലഘട്ടത്തിൽ അദ്ദേഹം അത്രത്തോളം ജീവിതത്തിൽ ആ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് എയറോനോട്ടിക്കൽ സയൻസ് പഠിച്ച്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് അല്ലെ, നമ്മുടെ ഇന്ത്യയിലെ മിസൈൽ മാൻ എന്ന് പറയുന്ന പദവി ആർജിച്ചെടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം സാർ. അപ്പൊ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ്. അദ്ദേഹം സുഹൃത്തുക്കളോടായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആരാണ്, നമ്മൾ യുവജനങ്ങളാണ്, കുട്ടികളാണ് അല്ലെ. അദ്ദേഹത്തിന്റെ നമ്മൾ പ്രൊഫൈൽ വായിച്ചപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കിയതാണ് 2020 ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു വികസിത രാജ്യമായി കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം സാർ. അതിനുവേണ്ടി അദ്ദേഹം ഗ്രാമങ്ങളിൽ പോയി. എന്തിനാ, അവിടുത്തെ ജനങ്ങളെ, അവിടുത്തെ കുട്ടികളെ എന്ത് ചെയ്യാൻ, ശാസ്ത്രത്തിന്റെ പല സാങ്കേതിക വിദ്യകളെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത അല്ലെ, അവരെ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുന്നതിന് വേണ്ടി അവരെ റൈസ് ചെയ്ത് കൊണ്ടുവരാൻ, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം പല പ്രസംഗങ്ങൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്. ഓക്കെ, പല സ്കൂളുകളിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വലിയ ആഗ്രഹം തന്നെയായിരുന്നു താൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആ സ്റ്റേജിൽ തന്നെ, ആ വേദിയിൽ തന്നെ മരിച്ചു വീഴുക എന്ന് പറയുന്നത്. ഓക്കെ, മഹത്തായിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇച്ഛിച്ചതുപോലെ എന്ത് ചെയ്യാൻ സാധിക്കൂ, അങ്ങനെയൊക്കെയുള്ള അന്ത്യം എന്ത് ചെയ്യാൻ സാധിക്കൂ, ലഭിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അന്ത്യം ലഭിച്ചു. ഓക്കെ, എനിവേ, അപ്പൊ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ APJ അബ്ദുൽ കലാം സാർ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗം ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത്.
മോട്ടിവേഷന്റെ അങ്ങേയറ്റമാണ് ഈ പ്രസംഗം എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, പറയാനായിട്ട് സാധിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന വളരെ ലൈൻസുകളെല്ലാം നിങ്ങൾ കോട്ട് ചെയ്ത് ലൈഫിൽ സൂക്ഷിക്കുക. ഓക്കെ, ലൈഫിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. കാരണം അത്രത്തോളം നമുക്ക് കോൺഫിഡൻസും ഡിറ്റർമിനേഷൻ നിശ്ചയദാർഢ്യവും ഷെയർ ചെയ്യുന്ന, പങ്കുവെക്കുന്ന, ഉൾക്കൊണ്ടിട്ടുള്ള വരികളാണ് ഈ പ്രസംഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും, പറന്നുയരുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഈ പ്രസംഗം. ഓക്കെ, അപ്പോ ഇതിൽ ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾ കണ്ടു, നമ്മൾ പരിചയപ്പെട്ട അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി. പ്രധാനമെന്ന് ഞാൻ പറഞ്ഞ കുറച്ച് പോയിന്റ്സുകൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത് തന്നെ ഡിയർ ഫ്രണ്ട്സ് എന്നാണ്. അദ്ദേഹത്തെ കണ്ടി ഒരുപാട് പ്രായം കുറഞ്ഞ കുട്ടികളെ അദ്ദേഹം അഭിസംബോധന ചെയ്തത് ഇങ്ങനെയാണ്: ഡിയർ ഫ്രണ്ട്സ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ യുവജനങ്ങള് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ആലോചിച്ചിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് സുരക്ഷിതത്തിലാണ്, അല്ലെ? കാരണം എന്താണ്? നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന യുവാക്കൾ, യൂത്ത്, അവര് ഈ ഇന്ത്യക്ക് നടത്തിയിട്ടുള്ള സംഭാവനകൾ അത്രയ്ക്കുണ്ട്. അപ്പൊ ഇന്ത്യക്ക് അവർ നടത്തിയിട്ടുള്ള സംഭാവനകൾ, അല്ലെ, അത് ഇന്ന് പല മേഖലകളിലും പ്രതിഫലിച്ചു കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യക്ക് പണ്ടുണ്ടായിരുന്ന യുവജനങ്ങൾ ഇന്ത്യക്ക് നടത്തിയിട്ടുള്ള സംഭാവനകൾ ഇന്ന് പല മേഖലകളിലും പ്രതിഫലിച്ചു കാണാം. അതിന്റെ ഫലമായിട്ട് ഇന്ത്യയിലെ യുവാക്കൾ, ഇന്നത്തെ യുവാക്കൾക്ക് ധാരാളം ജോലി സാധ്യതകളുണ്ട്. അവർക്ക് ജീവിതത്തെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട, അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട. കാരണം APJ അബ്ദുൽ കലാം ജീവിച്ചിരുന്ന കാലഘട്ടമാണെങ്കിൽ അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. കാരണം അത്രത്തോളം മേഖലകൾ ഇന്ന് ഇന്ത്യയിലെ യുവജനങ്ങൾ, പണ്ടുണ്ടായിരുന്ന യുവജനങ്ങൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, തുറന്നു തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന മറ്റൊരു ലൈൻ ഉണ്ട്: ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്, റിസോഴ്സ് എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ യുവാക്കളുടെ ഇഗ്നൈറ്റഡ് മൈൻഡ് ആണ്, അല്ലെ? അതായത് തീയോളം പ്രഭയുള്ള, അല്ലെങ്കിൽ എന്താണ്, ആഗ്രഹങ്ങൾ വറ്റി വരണ്ടു പോകാത്ത യുവാക്കളുടെ ആ മനസ്സ്, അല്ലെ? സെറ്റ് ഫയർ എന്നാണ് ഇഗ്നൈറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇഗ്നൈറ്റ്, കത്തി ജ്വലിച്ചു നിൽക്കുന്ന ആ യുവാക്കളുടെ മനസ്സാണ് ഒരു രാജ്യത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. യുവാക്കളാണ് ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നട്ടെല്ല് എന്ന് പറയുന്നത്. കാരണം അവരാണ് രാജ്യത്തിലെ സമ്പാദ്യം കൊണ്ടുവരുന്നത്, അല്ലെ? അവരാണ് ആ രാജ്യത്തിന്റെ വികസനത്തിലേക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളതും നയിക്കാനായിട്ടുള്ളതും. ഓക്കെ, അപ്പോ യുവാക്കളാണ് ദ ഫൗണ്ടേഷൻ ഓഫ് ദി ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്, പില്ലർ എന്ന് പറയുന്നത് യുവാക്കളും യുവതികളുമാണ്. ആൻഡ് വൺ ഡേ, ഒരു ദിവസം നിങ്ങളും എന്താകും, യുവാക്കളും യുവതികളുമാണ്, അല്ലെ? അങ്ങനെയുള്ള നിങ്ങൾക്ക് APJ അബ്ദുൽ കലാം നൽകുന്ന ഒരു മോട്ടിവേഷൻ ആണ് ഈ സ്പീച്ച് എന്ന് പറയുന്നത്, ഈ പ്രസംഗം എന്ന് പറയുന്നത്. കേട്ടോ, ശ്രദ്ധിച്ചിരുന്നേ. അപ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നു, എനിക്ക് നിങ്ങളുടെ അടുത്ത് ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്ന തലക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ളത്. ഞാൻ ചിറകുകളോട് കൂടിയാണ് ജനിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ എനിക്ക് ചിറകുകളുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് പറക്കാനായിട്ട് സാധിക്കും, അല്ലെ? നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ യൂണിറ്റ് ഉണ്ട്, ആ സീഗളിന്റെ ചാപ്റ്റർ. അപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ ആ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കാണും. എന്താണ്? പറക്കാൻ കഴിയാതെ നിന്ന ആ സീകളിനെ മോട്ടിവേറ്റ് ചെയ്ത്, അല്ലെ? അതിന്റെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ പറന്നുയർന്നു, പക്ഷെ അതിന് മാത്രം എന്ത് ചെയ്യാൻ സാധിച്ചില്ല, പറക്കാനായിട്ട് സാധിച്ചില്ല. അതിന്റെ പേരൻസ് എങ്ങനെയാണ് അതിനെ പറക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റ് ആണ്, എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. എന്താണ് ആ ചാപ്റ്ററിന്റെ പേരെന്താണ്? വാട്ട്സ് ദി നെയിം ഓഫ് ദാറ്റ് ചാപ്റ്റർ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ചാപ്റ്റർ, അല്ലെ? ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അവന്റെ ആദ്യത്തെ പറന്നുയരൽ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോ അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ചിറകുകളുണ്ട്. ആ ചിറകുകൾ നമ്മൾ എന്ത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, നമുക്ക് അയ്യോ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ തളർന്നിരുന്നു കഴിഞ്ഞാൽ വി കോൺട്ട് ഫ്ലൈ, നമുക്ക് പറക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്ട്രെയിൻ കൊടുത്തുകൊണ്ടിരിക്കണം. എല്ലാവരുടെയും ബ്രെയിൻ ഏകദേശം എന്താണ്? സെയിം തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും ബ്രെയിനിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ അതിന് കൊടുക്കുന്നത് പോലെ, സ്ട്രെസ് കൊടുക്കുന്നതിൽ പോലെ നമ്മൾ അതിനെ, നമ്മുടെ ബോഡിയെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു, അല്ലെ? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ ബോഡിയെ ബിൽഡ് ചെയ്യുന്നു, എക്സസൈസിലൂടെ ബോഡിയെ ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് നമ്മൾ എങ്ങനെ ആർജിക്കുന്നത്? ത്രൂ കോൺസ്റ്റന്റ് എക്സസൈസിലൂടെ, മെന്റൽ എക്സസൈസിലൂടെ.
അല്ലെ? അതിലൂടെ മാത്രമേ നമുക്ക് അത് പോസിബിൾ ആകും. ആൽബർട്ട് ഐൻസ്റ്റൈൻ അല്ലെ ജനിച്ചപ്പോഴേ ഇങ്ങനെയല്ലായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ തലയിലുള്ള അതേ ന്യൂറോൺസ് തന്നെയാണ് നമ്മുടെ തലയിലുള്ളത്. ഓക്കെ, ബട്ട് വി ആർ നോട്ട് യൂട്ടിലൈസിങ് ഇറ്റ്. വി ആർ നോട്ട് യൂസിങ് അവർ ബ്രെയിൻസ് ഫുൾ പൊട്ടൻഷ്യൽ. നമ്മൾ നമ്മുടെ തലച്ചോറിന്റെ പൂർണ്ണമായ പൊട്ടൻഷ്യൽ കഴിവ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനായിട്ടുള്ള മൈൻഡ് അത് നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്ത് എടുക്കേണ്ട ഒന്നാണ്. എനിവേ അതവിടെ നിൽക്കട്ടെ. എനിവേ നമ്മള് അപ്പൊ ഇദ്ദേഹം ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ടാണ് ഈ ഒരു സ്പീച്ച് എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം നടത്തുന്നത്. ഓക്കെ, അതിൽ അദ്ദേഹം ഒരു അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ ഒരു സംഭവം നമ്മളെടുത്ത് എന്ത് ചെയ്യാണ്, അദ്ദേഹം പങ്കുവെക്കുകയാണ്. ഓക്കെ, ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് പറയുന്നതാണ് ടോപ്പിക്ക്. ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു സാഹചര്യം നമ്മളെടുത്ത് പങ്കുവെച്ചു, നമ്മളത് കണ്ടതാണ്. എന്തായിരുന്നു ആ സാഹചര്യം? ഒരിക്കൽ ഇദ്ദേഹം ഒരു ഗ്രാമത്തില് ശാസ്ത്രയാൻ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ് ശാസ്ത്രയാൻ എന്ന് പറയുന്നത്. ശാസ്ത്രയാൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ് എന്നാണ് അർത്ഥം. ശാസ്ത്രത്തിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക, പ്രചാരണം നടത്തുക എന്ന് പറയുന്ന ഒരു ആശയം എന്ന് പറയുന്ന അർത്ഥമാണ് ശാസ്ത്രയാനുള്ളത്. ഓക്കെ, അപ്പോ ആ ഒരു മിഷൻ, മിഷന്റെ ഭാഗമായിട്ട്, ആ ഒരു പ്രോഗ്രാം പരിപാടിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം ഒരു ചെറിയ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ആരാണ്? നമ്മുടെ APJ അബ്ദുൽ കലാം ഒരു ചെറിയ ഗ്രാമത്തിൽ പോയി എന്നാണ് പറയുന്നത്. ഐ വെന്റ് ടു എ വില്ലേജ് എന്നാണ് പറയുന്നത്. ഞാൻ പോയി ഒരു ഗ്രാമത്തിൽ. എന്തിനു വേണ്ടി? ഏത് പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട്? ശാസ്ത്രയാൻ എന്ന് പറയുന്ന പരിപാടിയായിട്ട് ബന്ധപ്പെട്ട്. വാട്ട് ഈസ് ശാസ്ത്രയാൻ? എന്താണ് ശാസ്ത്രയാൻ? ഇറ്റ് മീൻസ് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. പ്രൊപ്പഗേറ്റ് ചെയ്യുക, പ്രചരണം നടത്തുക, ശാസ്ത്രത്തിനെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്രയാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി എന്തിനാ വില്ലേജിനെ തിരഞ്ഞെടുത്തു? വൈ? കാരണം സിറ്റി ലൈഫിനെ പോലെയല്ല, വില്ലേജിൽ നമ്മൾ ഇന്ന് കേരളത്തിനെ നമ്മൾ കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കേരളത്തിലെ പലയിടങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അല്ലെ നെറ്റ്വർക്ക് സൗകര്യങ്ങളുണ്ട്, ടെലിവിഷൻസ് ഉണ്ട്, മീഡിയാസ് ഉണ്ട്, അതുപോലെ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവര് ലോകത്തിലെ കാര്യങ്ങൾ, ലോകത്തിലെ പല പല പോസിബിലിറ്റി, സാധ്യതകളും അവരെന്താണ് കേരളത്തിലെ ഗ്രാമങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ ഇതൊന്നും എത്തുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിലെ ഏകദേശം 25% വരെ ആളുകൾ ഇപ്പോഴും അന്നത്തിന് വേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർക്ക് എഡ്യൂക്കേഷനെ കാട്ടിയും അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫുഡിനാണ്. മീൻസ് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് എപ്പോഴും ഫുഡ് തിന്നാൻ വേണ്ടി ജീവിക്കുന്നു എന്നല്ല. മീൻസ് അവരൊരു പ്രായം കഴിഞ്ഞാൽ അവർ പിന്നെ എന്താണ്, സ്കൂളിലൊന്നും പോവില്ല. കാരണം അവർ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ ചെലവ് നോക്കാൻ ആരും തന്നെ ഇല്ല. മാതാപിതാക്കൾ അന്നുള്ള അന്നത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്, കഷ്ടപ്പെടുകയാണ്. ഓക്കെ, സോ അവർക്ക് ആഹാരം കഴിക്കണം, നിലനിൽപ്പാണ് അവർക്ക് പ്രധാനം. ഒരു നിലനിൽപ്പും വിദ്യാഭ്യാസവും ഇത് രണ്ടും ആവുന്ന സമയത്ത് എന്താണ്, ആളുകള് കൂടുതലും നിലനിൽപ്പിന് പ്രാധാന്യം കൊടുക്കും, വിദ്യാഭ്യാസത്തിന് തഴയും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ കഴിവുള്ള പല കുട്ടികളും എന്താണ്, ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റാതെ, പഠിക്കാൻ സാധിക്കാതെ വളരെ ദുരിതം അനുഭവിക്കുന്ന പല കുട്ടികളുമുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് തിരിച്ചു വരാം. അപ്പോഴ് ഗ്രാമങ്ങൾ അല്ലെ, നമ്മുടെ ഗാന്ധിജി പണ്ട് പറഞ്ഞതുപോലെ ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ വില്ലേജ് അല്ലെ, നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഒരു ഗ്രാമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, ഇന്ത്യയിലെ ഒരു ഗ്രാമം നമ്മൾ തിരഞ്ഞെടുക്കുന്നു, ആ ഗ്രാമത്തിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, നമുക്ക് മനസ്സിലാകും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും അല്ലെ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അവിടെ ആ ഗ്രാമത്തിലെ പോവർട്ടി ഉണ്ടെങ്കിൽ, ഫാമിൻ ഉണ്ടെങ്കിൽ, ഇന്ത്യയിലും ഫാമിൻ ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രാമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തന്നെ മുഖമുദ്രയാണ് അവിടുത്തെ കൺട്രി സൈഡ് അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറയുന്നത്. എനിവേ, അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ, അപ്പൊ ഗ്രാമത്തിലെ കുട്ടികൾക്ക് ശാസ്ത്രത്തിനെ കുറിച്ചോ, ശാസ്ത്രത്തിന്റെ സാങ്കേതിക വിദ്യകളെ കുറിച്ചോ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ എന്താണ് പല തരത്തിലുള്ള സാധ്യതകളെ കുറിച്ചോ, പോസിബിലിറ്റീസിനെ കുറിച്ചോ യാതൊരു അറിവുമില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജേഴ്സ്, അതുപോലെ എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, സിവിൽ സർവൻസ് തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകൾ, തുടങ്ങിയിട്ടുള്ള പ്രൊഫഷനുകൾ, ജോലികൾ, തുടങ്ങിയിട്ടുള്ള കരിയറുകൾ തിരഞ്ഞെടുക്കാൻ അവർ ഈ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ ഈ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു മിഷൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടത്. മനസ്സിലായല്ലോ? ശാസ്ത്രയാൻ എന്ന് പറയുന്ന മിഷൻ ഇംപ്ലിമെന്റ് ചെയ്ത് പെട്ടതിന്റെ പ്രധാന ഉദ്ദേശം അതായിരുന്നു. ഓക്കെ,
അപ്പോ ഗ്രാമത്തിലുള്ള കുട്ടികളെ സിവിൽ സർവൻസ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, സയന്റിസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിലേക്ക് അവരെ ആനയിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാസ്ത്രയാൻ ഇംപ്ലിമെന്റ് ചെയ്തത്. ഈ ശാസ്ത്രയാൻ ഉദ്ഘാടനത്തിനായിട്ട് ഏകദേശം 2000-ഓളം കുടുംബത്തിലെ 2000-ഓളം കുട്ടികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ആ 2000-ഓളം കുട്ടികളുണ്ട്, അവരുടെയൊക്കെ മാതാപിതാക്കളുണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. ഈ പ്രസംഗം കേൾക്കാൻ നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ മുന്നിലുണ്ട് കേട്ടോ. മാത്രമല്ല ഈ 2000 കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ 2000 കുടുംബങ്ങളെയാണ് എന്ത് ചെയ്യപ്പെടുന്നത്, അവിടെ രക്ഷപ്പെട്ടു പോകുന്നത്. അപ്പൊ ഒരു കുടുംബത്തിലെ ഒരു കുട്ടി ഡോക്ടറായി കഴിഞ്ഞാൽ ആ കുടുംബം, അല്ലെ, ഒരു കുട്ടി ഡോക്ടറായാൽ മതി, ആ കുടുംബം പിന്നെ രക്ഷപ്പെടും. ആ കുടുംബത്തിന്റെ സർവ്വകാര്യങ്ങളും ആ കുട്ടി പിന്നെ കൈകാര്യം ചെയ്തോളും. മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ യുവാക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിലൂടെ നല്ലൊരു നാളെ, നല്ലൊരു ഇന്ത്യ അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്, സൃഷ്ടിക്കപ്പെടുകയാണ്. ഓക്കെ, സോ വി കുഡ് സേ, നമുക്ക് പറയാനായിട്ട് സാധിക്കും, വി ക്യാൻ സേ, നമുക്ക് പറയാൻ സാധിക്കും, ദാറ്റ് ഈസ് യൂത്ത് ആർ ദ ഫൗണ്ടേഷൻ ഓർ ദ പില്ലേഴ്സ് ഓഫ് എ കൺട്രി. യുവാക്കളാണ് ഒരു രാജ്യത്തിന്റെ എന്താ തൂണുകൾ എന്ന് പറയാൻ സാധിക്കും. ആ പില്ലേഴ്സ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ രാജ്യം പോയി, സ്പോയിലായി. രാജ്യത്തിന് വേണ്ടി ഡെവലപ്മെന്റ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. രാജ്യം ഡെവലപ്ഡ് ആയെന്നൊന്നും പറയാൻ സാധിക്കില്ല. എനിവേ നോക്കുക. സോ അപ്പൊ അങ്ങനെ ഈ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്, അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ ഇനാഗുറൽ സ്പീച്ച്, ഇനാഗുറൽ അഡ്രസ് അല്ലെങ്കിൽ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ടാണ് APJ അബ്ദുൽ കലാമിനെ ക്ഷണിച്ചത്. അദ്ദേഹം ഇത്രത്തോളം വൈഡ് വെറൈറ്റീസ് ഓഫ് പല വിഭാഗത്തിലുള്ള കുട്ടികളെ അദ്ദേഹം അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കൊടുത്ത വിഷയം ഇതായിരുന്നു, എന്താണ്, സയൻസ് എംപവേഴ്സ് നേഷൻ എന്ന് പറയുന്ന, സയൻസ് എംപവേഴ്സ് ദി നേഷൻ എന്ന് പറയുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് APJ അബ്ദുൽ കലാം പ്രസംഗം നടത്താൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം ആ വേറിട്ട ഓഡിയൻസ്, കാണികളുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം, അല്ലെ, ഏത് ടോപ്പിക്, ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട, സയൻസ് എംപവേഴ്സ് നേഷൻ, ശാസ്ത്രം ഒരു രാജ്യത്തിനെ ശാക്തീകരിക്കുന്നു എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എന്ത് ചെയ്തു, പ്രസംഗം നടത്തി. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഫൗണ്ടേഷൻ സയൻസ് ആണ്. ആ സയൻസ് പഠിക്കുന്നതിലൂടെ നല്ലൊരു നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൃഷ്ടിക്കാൻ സാധിക്കും എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പ്രസംഗം ആ ജനങ്ങളുടെ മുന്നിൽ നടത്തുകയുണ്ടായി. സോ അവിടെ പ്രസംഗത്തിനല്ല പ്രാധാന്യം കൊടുക്കാനായിട്ടില്ല, പ്രസംഗത്തിന് ശേഷം ഒരു സംഭവം നടന്നു. അതാണ് നമ്മളെടുത്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് കേട്ടോ. ഐ ആം ബോൺ വിത്ത് ദ വിങ്സ്, ഐ ആം ബോൺ വിത്ത് വിങ്സ് എന്ന് അദ്ദേഹം പറയുന്നു, APJ അബ്ദുൽ കലാം. നമ്മുടെ ടോപ്പിക് ഇതാണ്. ഇദ്ദേഹം ഈ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഓക്കെ, ഈ കഥയിലൂടെ ഇദ്ദേഹത്തിനുണ്ടായ ഒരു എക്സ്പീരിയൻസ് നമ്മളെടുത്ത് പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, ആ ടോപ്പിക്കിലേക്ക് വരികയാണ്. നോക്കുക, അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിച്ചേ. ആഫ്റ്റർ മൈ അഡ്രസ് പ്രസംഗം എന്നാണ് അർത്ഥം കേട്ടോ. കഴിഞ്ഞ കോൺഫറൻസ് ക്ലാസ്സുകളൊക്കെ എഫക്റ്റീവായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സെക്ഷൻ ഒന്നും കൂടെ ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനിയെങ്കിലും ഉപയോഗപ്രദമാക്കി എടുക്കുക അതൊക്കെ. നോക്കുക, ആഫ്റ്റർ മൈ അഡ്രസ്, എന്റെ പ്രസംഗത്തിന് ശേഷം, അഡ്രസ് പ്രസംഗം എന്നാണ്, സ്പീച്ച് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടാ. എന്റെ അഭിസംബോധനയ്ക്ക് ശേഷം, ഞാൻ അവരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷം, ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ്, 100 കണക്കിന് കൈകൾ, വേർ റൈസ്ഡ്, ഉയർത്തപ്പെട്ടു, ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്, എന്തിനു വേണ്ടി, ചോദ്യങ്ങൾ ചോദിക്കാൻ 100 കണക്കിന് കൈകൾ അവിടെ ഉയർത്തപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്കെ, 100 കണക്കിന് കൈകൾ അവിടെ ഉയർന്നു നിൽക്കുകയാണ്, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ്, 100 കണക്കിന് കൈകൾ. കാരണം സ്റ്റുഡൻസ്, അല്ലെ, പഠിക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ജീവിതത്തെ കുറിച്ച് ആശങ്കയുള്ള കുട്ടികൾക്ക് സംശയങ്ങൾ കാണും. പ്രത്യേകിച്ച് APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള വ്യക്തി, അദ്ദേഹത്തിന്റെ അടുത്ത് സംശയങ്ങൾ ചോദിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, അല്ലെ. അദ്ദേഹം നമ്മുടെ സംശയത്തിന്, അത്രയും മഹത്തായിട്ടുള്ള ഒരു വ്യക്തി ഉത്തരം നൽകുന്നു, മഹത്തായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിനോട് സംശയം ചോദിക്കാനും വേണം ഒരു യോഗം. അപ്പൊ ഈ കുട്ടികൾക്ക് ആ യോഗം ഉണ്ടായിരുന്നു. എനിവേ നോക്കാം. സോ ആഫ്റ്റർ മൈ അഡ്രസ്, എന്റെ അഭിസംബോധനയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഞാൻ അവരെ ആ ഇനാഗുറൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം 100 കണക്കിന് കൈകൾ ഉയർത്തപ്പെട്ടു. എന്തിനാ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി. ഡ്യൂ ടു ദ ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, സമയത്തിന്റെ, അല്ലെ, ധാരാളം സമയമൊന്നും അനുവദിച്ചിട്ടില്ല, അല്ലെ, അവൈലബിൾ ഉള്ള, അപ്പോ ലിമിറ്റഡ് ആണ്, ടൈം ഈസ് ലിമിറ്റഡ്, സമയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോ സമയപരിധി, അല്ലെ, സമയത്തിന്റെ പരിധി വളരെ കുറവായതുകൊണ്ട് തന്നെ, ഡ്യൂ ടു ആയതിനാൽ, അല്ലെ, ഡ്യൂ ടു ദ ലിമിറ്റഡ്, പരിധി എന്തിന്റെ, അവൈലബിലിറ്റി ഓഫ് ടൈം, സമയത്തിന്റെ പരിധി കുറവായതുകൊണ്ട് തന്നെ, അത് ആയതിനാൽ ഐ സെലക്ടഡ് 12 സ്റ്റുഡൻസ്. അപ്പൊ 100 കണക്കിന് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ APJ അബ്ദുൽ കലാമിന് സമയമില്ല, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുണ്ട്. ഈസ് എ ബിസി പേഴ്സൺ, അദ്ദേഹം വളരെ ബിസി ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഇത്രയും പേരുടെ സംശയങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ? ഇല്ല. സോ അദ്ദേഹം എന്ത് ചെയ്തു,
ഐ സെലക്ടഡ്, ഞാൻ തിരഞ്ഞെടുത്തു 12 സ്റ്റുഡൻസ് അറ്റ് റാൻഡം, അല്ലെ റാൻഡം, ക്രമരഹിതമായി, വിത്തൗട്ട് എനി ഓർഡർ, അല്ലെ ക്രമരഹിതമായിട്ട് അദ്ദേഹം എന്താണ് അവിടെ ഉണ്ടായിരുന്ന ആ 100 കണക്കിന് കൈകൾ ഉയർത്തിയതില്ല 12 കുട്ടികളെ അദ്ദേഹം എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. അപ്പൊ 12 കുട്ടികൾ അവിടെ ഇദ്ദേഹത്തിന് ആ 12 കുട്ടികളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ 12 കുട്ടികളെ അദ്ദേഹം അവിടെ തെരഞ്ഞെടുത്തു. ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് യു ഫ്രം ദ ലാസ്റ്റ് റോ ടു ദ ഫസ്റ്റ്, അല്ലെ അവസാനത്തെ റോ മുതൽ ആദ്യത്തെ റോ വരെ, അല്ലെ റോ മീൻസ് നിര, അവസാനത്തെ നിര മുതൽ ആദ്യത്തെ നിര വരെയുള്ള 12 കുട്ടികളെയാണ് ഞാൻ എന്ത് ചെയ്തത്, തെരഞ്ഞെടുത്തത്. അല്ലെ 100 കണക്കിന് കുട്ടികളുടെ കയ്യിൽ പൊക്കി നിൽക്കുന്നുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. അപ്പൊ അവരിൽ നിന്ന് 12 കുട്ടികളെ ഞാൻ തെരഞ്ഞെടുത്തു. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ. I would like to share with you one question of great concern which was asked by a student. അപ്പോ അതിലെ 12 ചോദ്യവും അദ്ദേഹം നമ്മളടുത്ത് പങ്കുവെക്കുന്നില്ല, മറിച്ചോ ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ഇഷ്ടപ്പെടുന്നു, ടു ഷെയർ, പങ്കുവെക്കാൻ, വിത്ത് യു, ആരോട്, നിങ്ങളോട്, അല്ലെ ഇദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ആ ഫ്രണ്ട്സ് മീൻസ് ആ സ്റ്റുഡൻസ്, നിങ്ങളോടും കൂടെ കേട്ടോ. അതായത് നിങ്ങളൊക്കെയാണല്ലോ അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്, യുവാക്കൾ, യുവതികൾ എന്ന് പറയുന്നത്, വരാൻ പോകുന്ന. അപ്പൊ അവരെടുത്ത്, നിങ്ങളടുത്ത് ഞാൻ പങ്കുവെക്കാൻ ഇഷ്ടപ്പെടുന്നു വൺ ക്വസ്റ്റ്യൻ, ആ 12 ചോദ്യങ്ങൾ ഉന്നയിച്ചതിൽ ഒരു ചോദ്യം നിങ്ങളടുത്ത് പങ്കുവെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ വാസ് ഓഫ് ഗ്രേറ്റ് കൺസേൺ, ആ ചോദ്യം എന്ന് പറയുന്നത് വളരെ അധികം ഉത്കണ്ഠ, കൺസേൺ എന്നാണ് പറയുന്നത്, കൺസേൺ കേട്ടോ, വളരെയധികം ഉത്കണ്ഠ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു അത്. വിച്ച് വാസ് ആസ്ക്ഡ് ബൈ എ സ്റ്റുഡന്റ്, ഒരു കുട്ടി ചോദിച്ച വളരെയധികം ഉത്കണ്ഠ ഉണർത്തുന്ന തരത്തിലുള്ള ഒരു ചോദ്യം, ആ ചോദ്യം നിങ്ങളുടെ അടുത്ത് ഞാൻ പങ്കുവെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ് ആര് പറയുന്നത്, APJ അബ്ദുൽ കലാം പറയുന്നത്. നോക്കുക, ദ ക്വസ്റ്റ്യൻ വാസ് ഫ്രം എ ടീനേജർ. അപ്പൊ ആ ചോദ്യം ചോദിച്ചത് ഒരു ടീനേജറാണ്. ടീനേജർ അറിയാൽ നിങ്ങളുടെ പ്രായക്കാർ, അഡോളസെന്റ് പീരീഡിലുള്ള ആളുകളെയാണ് ടീൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്, ടീനേജർ. ഒരു ടീനേജർ ആണ് ആ ചോദ്യം ചോദിച്ചത്. ഹു ഹാഡ് കം ഫ്രം എ ഫാർ അവേ വില്ലേജ്, അവൻ വന്നത്, അല്ലെ അങ്ങ് ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് അവൻ എത്തിയിരിക്കുന്നത്. അപ്പൊ ഈ പ്രസംഗം, ശാസ്ത്രീയ എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അങ്ങ് ദൂരെയുള്ള ഫാറവേ, അല്ലെ അങ്ങ് ദൂരെയുള്ള അകലെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന കുട്ടിയാണ് അവൻ കേട്ടോ, ടീനേജർ ആണ്, പയ്യനാണ്, അല്ലെ ഹി വാസ് എ ലാഡ്, ഒരു ലാഡ്, പയ്യനാണ്. ഹി വാസ് നെർവസ്, അല്ലെ പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ് ചോദ്യം ചോദിച്ചത്. അവൻ വളരെ നെർവസ് ആണ്. നെർവസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൻഷൻ, വളരെയധികം ഭയം, ടെൻഷൻ അവന്റെ ഉള്ളിലുണ്ട്, പരിഭ്രാന്തനാണ്, ഒറ്റ വാക്കതാണ് നെർവസ്, പരിഭ്രാന്തി, വളരെയധികം പരിഭ്രാന്തി അവന്റെ മുഖത്ത് കാണാം. അതിന്റെ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. അപ്പൊ പരിഭ്രാന്തിയുള്ള യുവാക്കൾ ഇന്ത്യയിലെ തന്നെ എന്താണ്, ഒരു ടിപ്പിക്കൽ, സാധാരണയായിട്ടുള്ള ഒരു പ്രതിനിധിയാണ്. ഓഫൺ നമ്മുടെ കുട്ടികൾ, ഇന്ത്യയിലുള്ള കുട്ടികൾ മറ്റു രാജ്യങ്ങൾ, APJ അബ്ദുൽ കലാം പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സോ ഹി ഹാസ് ദാറ്റ് മച്ച് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന് അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും ഇന്ത്യയുടെ ടീൻസിന്റെ പ്രത്യേകതകൾ, അതുപോലെ തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലെ ടീനേജേഴ്സിന്റെ പ്രത്യേകതകളും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, അല്ലെ അപ്പൊ അദ്ദേഹം വളരെയധികം പരിഭ്രാന്തനായിട്ടാണ് ആ ചെറുക്കൻ എന്റെ അടുത്ത് ആ ചോദ്യം ചോദിച്ചത് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞാലും ക്ലാസ്സിലായി കഴിഞ്ഞാലും ഒരു കുട്ടീന്റെ അടുത്ത്, അല്ലെ കൂട്ടത്തിൽ സംസാരിക്കാൻ, കൂട്ടത്തിൽ പാടാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും ഇരുന്ന് ഉത്തരം പറയും. പക്ഷേ 1 by 1 ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എല്ലാവർക്കും ഭയങ്കര മടിയാണ്, അല്ലെ അതാണ് മനസ്സിലാക്കാനായിട്ടുള്ളത്. അത് ടിപ്പിക്കൽ ഒരു സാധാരണയായിട്ട് ഇന്ത്യയില് അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം കാണുന്ന യുവാക്കളുടെ ഒരു പ്രത്യേക കുഴപ്പമാണ്. ഓക്കെ, ടീനേജേഴ്സിന്റെ ഒരു വലിയ കുഴപ്പമാണത്. എന്താ ടിപ്പിക്കൽ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവനെന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. റെപ്രസെന്റേറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രതിനിധിയാണ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ യുവജനങ്ങളുടെ പ്രതിനിധിയാണ് അവൻ. ദാറ്റ്സ് വൈ ഹി ഈസ് സോ നെർവസ്. അദ്ദേഹം വളരെയധികം നെർവസ് ആയിട്ടാണ് ചോദ്യം ചോദിച്ചത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഒട്ടുമിക്ക യുവജനങ്ങളും ഇവനെ പോലെയാണ്. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം എങ്ങനെ കമന്റ് ചെയ്തത്, ഈസ് എ ടിപ്പിക്കൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ യൂത്ത് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ യുവാക്കളുടെ, അല്ലെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രതിനിധിയാണ് അവനെന്ന് APJ കമന്റ് ചെയ്തത്. നോക്കുക, the boy began speaking. നമ്മുടെ ചെറുക്കൻ എന്ത് ചെയ്യാൻ തുടങ്ങി, സംസാരിക്കാൻ ആരംഭിച്ചേ. സർ, I don't know what I should ask. അവൻ പറയാണ്, സാറേ എനിക്ക് അറിയില്ല. അവൻ ഇങ്ങനെ ആരംഭിച്ചത്, സാർ
അല്ലെ APJ അബ്ദുൽ കലാമിനെ സാർ എന്ന് അഭിസംബോധന ചെയ്ത് അഡ്രസ് ചെയ്തിട്ട് അവൻ പറയുന്നു, സാർ ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. എനിക്ക് എന്ത് ചോദിക്കണം എന്ന് എനിക്കറിയില്ല. അപ്പൊ സാർ എന്നെ ആ തെരഞ്ഞെടുത്തതിന്റെ ടെൻഷനിലാണ്, പരിഭ്രാന്തിയിലാണ്, നെർവസ് ആണ് ഞാൻ കേട്ടോ. എനിക്ക് എന്ത് ചോദിക്കണം എന്ന് അറിയാൻ വയ്യ. ഐ ആം നെർവസ്. അവൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു, ഞാൻ വളരെയധികം പരിഭ്രാന്തിയിലാണ് കേട്ടോ. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. അവൻ ആ ചെറുക്കൻ പറയാ, ഈ 2000 കുട്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടിയാ ചെറുക്കൻ അല്ലെ. 2000 കുട്ടികൾ അവിടെ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്. അവരിൽ നിന്ന് 12 പേര് തെരഞ്ഞെടുത്തു. അതിലൊരു കുട്ടി അവന് ഒരു പ്രഭാഗ്യമുണ്ടായി. അപ്പൊ ഇത്രയും പേര് നോക്കി നിൽക്കേ അവ ക്ലാസ്സിൽ പോലും ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടാ. ക്ലാസ്സിൽ പോലും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാത്ത ഒരു ചെറുക്കനാണേ. നോക്കുക, ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻസ് ഇൻ മൈ ക്ലാസ്. ഞാൻ എന്റെ ക്ലാസ്സിൽ ഇന്നേ വരെ ചോദ്യങ്ങളെ ചോദിച്ചിട്ടില്ല. നോട്ട് ആസ്ക്ഡ് എന്നാ പറയുന്നത് അല്ലെ. നെവർ ആസ്ക്ഡ്, ഐ നെവർ ആസ്ക്ഡ്. ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. എനി ക്വസ്റ്റ്യൻസ്, നോ ക്വസ്റ്റ്യൻസ് അല്ലെ. ഞാൻ ചോദ്യങ്ങൾ ഒന്നും ചോദിച്ചിട്ടില്ല ഇൻ മൈ ക്ലാസ്, എന്റെ ക്ലാസ്സിൽ. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ് അല്ലെ. ഐ നീഡ് ടു ഐ വാണ്ട് ടു അല്ലെ. എനിക്ക് വേണം, എന്ത് വേണം? ടു ഹാവ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് ആത്മവിശ്വാസം വേണം എന്ന് പറയുന്നു. ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് എനി കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിംഗ് ഓൾ ദീസ് ഇയേഴ്സ്. പക്ഷേ ഐ ഹാവ് നോട്ട് ഗെയിൻഡ്. പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ഗെയിൻ ചെയ്യുക, നേടിയെടുക്കുക. ഞാൻ ഇന്നേ വരെ നേടിയെടുത്തിട്ടില്ല, കളക്ട് ചെയ്തിട്ടില്ല, ഗ്യാദർ ചെയ്തിട്ടില്ല. എന്ത്? എനി കോൺഫിഡൻസ്, ആത്മവിശ്വാസം ത്രൂ മൈ എഡ്യൂക്കേഷൻ. എന്റെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഞാൻ എന്താ കോൺഫിഡൻസ് എങ്ങനെ നേടിയെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്, ഈ കഴിഞ്ഞ വർഷങ്ങളിലല്ല. നോക്കുക, അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു ചോദ്യമുണ്ട്. അപ്പൊ ആ കുട്ടി വളരെയധികം നെർവസ് ആയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം, ആ കുട്ടി പറയുകയാണ്, ഞാന് എന്റെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഞാൻ സ്കൂളിന്റെ വരാന്തയിൽ പോകും, പഠിക്കും അല്ലെ, തിരിച്ചു വീട്ടിൽ വരും. പക്ഷെ ഇന്നേ വരെ ആ പഠന രീതിയിൽ എനിക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നേ വരെ ആ പാഠ്യപദ്ധതി എനിക്ക് തന്നിട്ടില്ല. ആ എഡ്യൂക്കേഷണൽ സെറ്റപ്പ് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല ഇന്നേ വരെ. എങ്ങനെ ആത്മവിശ്വാസം ജനിപ്പിക്കും ഒരു കുട്ടി അല്ലെ. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, കുട്ടികൾക്ക് ആത്മവിശ്വാസം വളരെയധികം കുറവാണ്. അവർക്ക് സ്റ്റേജ് ഫ്രൈറ്റ് ആണ് അല്ലെ. അവർക്ക് ഇപ്പൊ ഒരു ക്ലാസ് എടുക്കാൻ, ഇപ്പൊ നമ്മളിപ്പോ ഒരു എസ്സേ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു സെമിനാർ ആയി കഴിഞ്ഞാലും ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് പ്രസന്റ് ചെയ്യാൻ വേണ്ടി അവനെ വേദിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ അവന് കുട്ടികളെ കാണുന്ന സമയത്ത് അവന് വളരെയധികം പരിഭ്രാന്തിയാണ്. വളരെ ലജ്ജാവഹമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്താണ് വളരെ എംബ്രേസ്ഡ് ആയിട്ട് അവൻ എന്താണ് നാണത്തോടു കൂടിയൊക്കെ എന്ത് ചെയ്യുക. ആണുങ്ങളും പെണ്ണുങ്ങളും രണ്ട് കണക്കാ കേട്ടാ. ആണുങ്ങളായാലും പെണ്ണുങ്ങളായി കഴിഞ്ഞാൽ വളരെ നാണത്തോടു കൂടിയൊക്കെ ആ സെമിനാർ അവതരിപ്പിക്കുന്നത് നമ്മളും എന്ത് ചെയ്തിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് കോൺഫിഡൻസിന്റെ വളരെയധികം കുറവുണ്ട്. അവർക്ക് സമൂഹമായിട്ട് ഇടപെടാൻ അറിയത്തില്ല. വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അല്ലെ, ഇന്നത്തെ ഭയങ്കര ഒരു കുഴപ്പമാണത്. ഇന്നത്തെ വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ, നമ്മുടെ റിലേറ്റീവ് ആയിക്കോട്ടെ ആരും ആവട്ടെ, അപ്പൊ നമ്മളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റൂമിന്റെ അകത്തുനിന്ന് പുറത്തിറങ്ങില്ല. നമ്മൾക്ക് ഭയങ്കര നാണമാണ് അവരെ ഫേസ് ചെയ്യാൻ വേണ്ടി. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നാണമാണ്. 18-20 വയസ്സുള്ള കുട്ടികളുടെ കേസാണ് ഞാൻ ഈ പറയുന്നത് കേട്ടാ, കൊച്ചുകുട്ടികളല്ല. അപ്പൊ 30 വയസ്സ് അല്ലെങ്കിൽ 25-30 വയസ്സായി കഴിഞ്ഞാലും എന്താണ്, ഒരു വേദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്താണ് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനോ ആളുകൾക്ക് അല്ലെ ഇന്നത്തെ തലമുറയ്ക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. വാട്ട് ഇസ് ദ റീസൺ? ആ കുട്ടിയും ചോദിച്ചത് തന്നെയാണ്. അവൻ ചോദിച്ചു അല്ലെ, സാർ എനിക്ക് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല സാർ എന്നെ തിരഞ്ഞെടുത്ത സമയത്ത് അല്ലെ. ഞാന് ഇന്നേ വരെ എന്റെ ക്ലാസ്സിൽ പോലും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. റീസൺ എന്താണ്? അവന് ചോദ്യങ്ങളുണ്ട് മനസ്സിൽ, ബട്ട് ഹി നെവർ ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇൻ ഹിസ് ക്ലാസ്. വൈ? ബിക്കോസ് ഹി വാസ് ടു നെർവസ്. അവൻ ഭയങ്കര പരിഭ്രാന്തിയിലാണ്. ഹി വാസ് ടു ഷൈ. അവൻ വളരെയധികം നാണക്കേട് വിചാരിക്കുന്നു. അയ്യോ, ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മൂല്യമില്ലാത്ത ചോദ്യമാണോ, ടീച്ചേഴ്സ് എന്നെ കളിയാക്കോ എന്നൊക്കെയുള്ള പരിഭ്രാന്തിയാണ് കുട്ടികൾക്ക്. സോ ദേ നെവർ ആസ്ക് ക്വസ്റ്റ്യൻസ്. അവരതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? their doubts remain uncleared. അവരുടെ ഡൗട്ടുകൾ എന്താണ്, അൺക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും, കിടക്കും. അവരുടെ ഡൗട്ടുകൾ ആരും എന്ത് ചെയ്യുന്നില്ല, ക്ലിയർ ചെയ്യുന്നില്ല. ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം അല്ലെ. അതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഫ്യൂച്ചറിലേക്ക് എത്തുന്ന സമയത്ത് ഈ സംശയങ്ങൾ ഒന്നും എന്താണ്
സംശയങ്ങളൊന്നും നമ്മൾ പൂർത്തീകരിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും പരിഹാരം കണ്ടെത്താതെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെറുതെ കാണാതെ പഠിച്ച് മാർക്കുകൾ നേടിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതെങ്ങനെ ഫേസ് ചെയ്യണമെന്നോ, ലൈഫിൽ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് കുറച്ച് എഴുതപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ മാത്രമാണ്. കാണാതെ പഠിത്തം അതൊന്നിനും ഒരു മാർഗമല്ല. ഓക്കെ, മനസ്സിലാക്കി വെച്ചിരിക്കുക. എല്ലാം മനസ്സിലാക്കി തന്നെ പഠിക്കണം. നോക്കാം. സോ ഞാൻ എന്റെ വിദ്യാഭ്യാസ കാലയളവില് ഇന്നേ വരെ തന്നെ എനിക്ക് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഗെയിൻ ചെയ്തിട്ടില്ല എന്ന് ആ കുട്ടി പറയാൻ, നേടിയിട്ടില്ല. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ടീച്ചേഴ്സ്. എനിക്ക് ഭയങ്കര പേടിയാണ് എന്റെ ടീച്ചേഴ്സ്, അധ്യാപകരെടുത്ത് സംസാരിക്കാൻ എനിക്ക് വളരെയധികം പേടിയാണ്. ആ കുട്ടി പറയുന്ന വാചകങ്ങളാണ്. നോക്ക്, എനിക്ക് എന്റെ അധ്യാപകരെടുത്ത് സംസാരിക്കാൻ ഭയമാണ്, പേടിയാണ്. ഐ ആം അഫ്രൈഡ് ടു ടോക്ക് ടു മൈ ഫ്രണ്ട്സ്. എനിക്ക് എന്റെ കൂട്ടുകാരെടുത്ത് സംസാരിക്കാൻ ഭയമാണ്, പേടിയാണ്. whenever I talk, എപ്പോഴൊക്കെ ഞാൻ സംസാരിച്ചാലും, അവന്റെ വാചകങ്ങളാണ്, ശ്രദ്ധിക്കണം. ഇങ്ങനെ പേടിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. whenever I talk, ഞാൻ എപ്പോഴൊക്കെ സംസാരിച്ചാലും, I compare myself with other students and their elegant dress. ഞാൻ എപ്പോഴും മറ്റു കുട്ടികളുമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. എന്നെ ഞാൻ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്യും. ആൻഡ് their elegant dress, അല്ലെ, അവരുടെ വിശിഷ്ടമായ വസ്ത്രം. എലഗന്റ് ഡ്രസ് എന്നാണ് പറയുന്നത്. എലഗന്റ്, ബ്യൂട്ടിഫുൾ, അല്ലെ, നൈസ്. അവരുടെ നല്ല വസ്ത്രങ്ങളുമായിട്ട് ഞാൻ എന്റെ വസ്ത്രങ്ങളെ അല്ലെങ്കിൽ എന്നെ കമ്പയർ ചെയ്യും. കാരണം ഈ കുട്ടി ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന പാവപ്പെട്ട കുട്ടിയാണ്. അവൻ ഇന്ത്യയിലെ തന്നെ യുവജനങ്ങളുടെ, ഇത്തരത്തിലുള്ള യുവജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറയുന്നു. പുവർ എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരുടെ റെപ്രസെന്റേറ്റീവ്, പ്രതിനിധിയാണ് ആ കുട്ടി. അപ്പൊ അവൻ, അല്ലെ, നമ്മുടെ